അതുല്യ നമ്മളോട് ഇപ്പൊ ഒരു വെറൈറ്റി ആണ്. നേരത്തെ അതിൽ ചോദിച്ചു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് വരാം. അതല്ലേ മാത്രമല്ല വേറൊരു ജില്ല അതെ, വേറെ ജില്ല നമ്മൾ കൊണ്ടുവന്നു. പാലക്കാട്. അതെ, ശ്രീകൃഷ്ണപുരത്തു നിന്നാണ് നവനീത് വന്നിട്ടുള്ളത്. അതെ അതെ, ഓട്ടം തുള്ളലാണ് ഐറ്റം. അപ്പൊ നവനീത് ഏത് സ്കൂളിൽ നിന്നാ? ശ്രീകൃഷ്ണപുരം പാലക്കാട്. അപ്പോ നവനീത് നല്ലൊരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങാല്ലേ? ആദ്യം പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി തീർച്ചയായും അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. പെർഫോമൻസ് മസ്റ്റ്. വിഷ്ണു, പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് ഉഗ്രനാണെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഗീതേഷ് ചേട്ടൻ ഇതിലേക്ക് ക്യാമറ പതിപ്പിക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടല്ലേ ഈ ഒരു. അതെ അതെ അതെ, ഓരോരുത്തരും അണിഞ്ഞു വരുന്ന ആഭരണങ്ങളായാലും കിരീടം ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു അമ്പലത്തിന്റെ ഗോപുരം പോലെ ഇല്ല ഇത്? അതെ അതെ അതെ, വർണ്ണിച്ചു പോയാൽ സമയം ഒരുപാട് വൈകും ജോസഫേ. അപ്പൊ നമുക്ക് എന്തായാലും അതിലൂടെ തന്നെ ചോദിക്കാം. അതുല്യ, എങ്ങനെയുണ്ട് ഈ കിരീടം? എങ്ങനെയുണ്ട്? കൊള്ളാവോ? എൻ്റെ നാട്ടുകാരനാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ കുറച്ചധികം നല്ലതാണെന്ന് തന്നെ പറയുള്ളൂ. എന്തായാലും അതിൻ്റെ ആ ഉടുത്തുകെട്ടിനും അതിൻ്റെതായ ആ മുഖത്തെഴുത്തിനും ഒക്കെ മറ്റ് ഇനങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭംഗി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്തായാലും വിഷ്ണു ജോസഫും ആ മേക്കപ്പിൻ്റെയും ആ ഗോപുരം പോലുള്ള ആ കിരീടത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കുക. ഇപ്പോൾ റിയാസ് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. റിയാസ്